Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വർദ്ധിച്ചുവരുന്ന ആവശ്യ സാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് കൊണ്ടോട്ടി നഗരസഭയിലേക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊണ്ടോട്ടി യൂണിറ്റ് പ്രതിഷേധ മാർച്ച് നടത്തി. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കൊണ്ടോട്ടി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ KHRA ജില്ലാ പ്രസിഡന്റ് CH സമദ് ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം 1000, 1500, 2000 രൂപയോ കൂലി വാങ്ങിയാൽ തന്നെ ഒരു ദിവസം ചെലവ് കഴിയാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് പൊതുസമൂഹമുള്ളത്. വെളിച്ചെണ്ണയുടെ വില, തേങ്ങയുടെ വില, അരി, കയമ അരിയൊക്കെ 215 മുതൽ 225, 230 രൂപ വരെ ആയിട്ടുണ്ട്. ഇനിയും അത് 300, 350 പോകാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് എവിടേക്കാണ് ഈ പോക്ക്? പച്ചക്കറിയുടെ വില വർധനം അതുപോലെ തന്നെയാണ്. മറ്റുള്ള പയറുവർഗ്ഗങ്ങളാണെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഹോട്ടൽ മേഖലയിലുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ഇതില് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ ഈ മേഖല കേരളത്തിൽ ഒരു ഹോട്ടലില്ലാത്ത ഒരു കേരളം മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ജില്ലാ സെക്രട്ടറി നൌഷാദ് ദേനൈറ്റ് അധ്യക്ഷത വഹിച്ചു. KHRA സംസ്ഥാന സെക്രട്ടറി TP സജീർ അരീക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. അരി, വെളിച്ചെണ്ണ, പച്ചക്കറി മുതലായ സാധനങ്ങളുടെ വിലവർധനവിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും PCB നിബന്ധനകൾ ലഘൂകരിക്കണമെന്നും PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കണമെന്നും ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, ഒരു മാനദണ്ഡവും പാലിക്കാതെ വീടുകളിൽ നിന്നും പാചകം ചെയ്ത് ഭക്ഷണം വിൽക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് കേക്ക്, സാബു, അഷ്കർ, ബാബു മർഹബ, ഫൈസൽ A1, സുബേർ, അസീസ് മൈത്രി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.